പാകിസ്ഥാനെ വിറപ്പിച്ച് ബലൂചിസ്ഥാൻ വിമോചന സേന. പാക് സൈന്യം ഇനിയും ആക്രമിക്കാനൊരുങ്ങിയാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് മുന്നറിയിപ്പ്. ഇതിനോടകം തന്നെ 30 പാക് സൈനികരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും ബലൂച്ച് ലിബറേഷൻ ആർമി അറിയിച്ചു. പോരാട്ടം ശക്തമായതോടെ അതീവ ജാഗ്രതയിലാണ് പാകിസ്ഥാൻ സൈന്യം. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്തിനായാലും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ ഒരു നടക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾ. ഒരു വലിയൊരു സ്ഫോടനം റെയിൽപാളത്തിലുണ്ടാക്കി ആ ഒരു ട്രെയിൻ അടക്കം കസ്റ്റഡിയിലെടുക്കുന്ന അല്ലെങ്കിൽ റാഞ്ചി എടുക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. എന്നാൽ അതുകൊണ്ടും തീരുന്നില്ല, വീണ്ടും അതിൽ കൂടുതൽ ഒരു പ്രതിരോധം തീർക്കുന്ന ഒരു തരത്തിലേക്ക് ഈ ഒരു വിഷയം വഴിമാറുകയാണ്. ഐസൺ, ഒരുപക്ഷെ നിലവിലെ ഈ ഒരു സ്ഥിതിഗതികൾ ഇനി അതിൻ്റെ മുന്നോട്ടുള്ള നീക്കം എന്താകും? തീർച്ചയായും വിഷ്ണു, ബലൂച്ച് ലിബറേഷൻ ആർമി ശക്തമായ നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ബലൂച്ച് ലിബറേഷൻ ആർമി ആ മേഖലയിൽ, നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ ഈ ട്രെയിൻ പിടികൂടിയ മേഖല ഖൈബർ പങ്ക്തുങ്ക ഉൾപ്പെടെയുള്ള മേഖലയിൽ കാര്യമായ രീതിയിലുള്ള ഒരു ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഈ ആക്രമണത്തിന്റെ ഒരു മൂർധന്യാവസ്ഥയിലാണ് കടുത്ത നടപടികളിലേക്ക് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എത്തിയത് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഉണ്ടായ നടപടികൾ, ബന്ദികളായി പിടിക്കുന്ന സാഹചര്യവും അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്തത്. നിലവിൽ ഇപ്പോൾ നമുക്ക് ബന്ദികളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ലഭ്യമാകുമ്പോൾ ആ റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 195ഓളം പേരെ വിട്ടയച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളാണ്. അത്തരത്തിൽ വിട്ടയച്ചവരെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റാനൊക്കെ ശ്രമം നടക്കുന്നു എന്നും പറയുന്നുണ്ട്. 27 പേർ കൊല്ലപ്പെട്ടു എന്നും പറയുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ബലൂച്ച് ലിബറേഷൻ ആർമി ആ മേഖലയിലെ പാകിസ്ഥാന്റെ അതിശക്തമായ സാന്നിധ്യം ഇല്ലാതാക്കണം, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ബലൂചിസ്ഥാൻ അവിടെ ആവശ്യമുണ്ട്, അത് സ്ഥാപിക്കപ്പെടണം എന്ന നിലപാടുള്ളവരാണ്. ഈ നിലപാട് കുറെ കൂടി കടുപ്പിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ നേരിടുന്നത് പാകിസ്ഥാൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ഒരു നീക്കം ഒരു നിശ്ചയദാർഢ്യത്തോടെയുള്ള ഒരു നീക്കം തന്നെയാണ് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ് ഈ ട്രെയിൻ പിടികൂടുന്നത് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിരോധങ്ങൾ കാര്യമായി തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഖൈബർ പങ്ക്തുങ്ക മേഖലയിലെല്ലാം തന്നെ വലിയൊരു മേഖല, അതായത് ഭൗമശാസ്ത്രപരമായി പരിശോധിക്കുമ്പോൾ വലിയൊരു മേഖല ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് എങ്കിൽ കൂടി ആ ഭൗമശാസ്ത്രപരമായ ജനസംഖ്യാപരമായി പരിശോധിക്കുമ്പോൾ വലിയ ജനസംഖ്യാ സാന്നിധ്യം ഇല്ലാത്തൊരു പ്രദേശം കൂടിയാണ്. ഈ സ്റ്റേഷനും അതുപോലെ തന്നെ അനുബന്ധമായ ദുർഘടമായി എത്തിപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും മലമ്പ്രദേശങ്ങളും ഒക്കെ ആയതിനാൽ തന്നെ മനുഷ്യവാസം അതിന്റെ താഴ്വരയിലാണ് എന്നതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വലിയ തോതിലുള്ള ജനവാസമില്ല എങ്കിലും വലിയൊരു ഏരിയ ഉണ്ട്. ഈ ഏരിയയിലേക്കെല്ലാം തന്നെ അതിർത്തിയിലേക്കും എല്ലാം തന്നെ സൈനികരെ വിന്യസിക്കുക കൂടി ലക്ഷ്യം വെച്ചാണ് ഈ ട്രെയിൻ അങ്ങോട്ട് പോവുകയും ചെയ്തിരുന്നത്. അത്തരത്തിൽ പോയ ട്രെയിനിനെയാണ് ഇപ്പോൾ ആക്രമിക്കുകയും മറ്റും ഇപ്പോൾ ഇത്തരത്തിൽ പിടികൂടുകയും ആ ടണലിന് മുന്നിൽ വെച്ച് പിടിച്ചെടുക്കുകയും അവരെ ബന്ദികളാക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ സ്വതന്ത്ര ബലൂചിസ്ഥാന് വേണ്ടിയുള്ള ശക്തമായ ഒരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന നീക്കം തന്നെയാണ് അപ്പോൾ ബലൂജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.